എന്തൊരു നാണക്കേടാണ്. ഇതിലും വലിയ നാണക്കേട് സ്വപ്നങ്ങളിൽ മാത്രം. എന്ത് വൃത്തികെട്ട കളിയാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്നത്. ഗെയ്ക്വാദിന് പരിക്ക് പറ്റിയപ്പോൾ ആരാധകരൊക്കെ കടന്നൽക്കൂട്ടം ഇളകിയ പോലെ സ്റ്റേഡിയത്തിലേക്കൊരു വരവായിരുന്നു. തല ധോണി ആ ഒരു നൈക്കൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഓടിക്കൂടി വന്നതായിരുന്നു. എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഇത്രയും വൃത്തികെട്ടൊരു കളിയുടെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ IPL ഇടുന്നതിന് പകരം വേറെ വല്ല ചാനലും മാറ്റിയിട്ട് വേറെ വല്ല പരിപാടിയും കാണണമായിരിക്കും. IPL കാണാനുള്ള ആ ഒരു താല്പര്യം നഷ്ടമാവുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ചില ടീമുകൾ കാഴ്ചവെക്കുന്നത്. അതിലൊന്നാം സ്ഥാനത്തുള്ളത് ഈ മഞ്ഞപ്പട തന്നെയാണ്. ഇത്രയും പേര് കേട്ടൊരു ടീം 20 ഓവർ നിന്ന് കളിച്ചിട്ട് വെറും 103 റൺസ് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് കളിക്കണത്? ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് പ്രേമി എന്ന രീതിയിൽ നമ്മളൊക്കെ എല്ലാ കളികളെയും നമ്മൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ എടുക്കണം. പക്ഷേ ഇവരുടെ ഈ കളി കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ എവിടെയോ പോയി മറയുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ആ സ്പിരിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു വ്യൂയിലൂടെ കളി കാണേണ്ട ഒരു അവസ്ഥയാണ്. 1-2 കളിയൊക്കെ ആണെങ്കിൽ ഓക്കെ. ക്യാപ്റ്റൻസിയിൽ പേര് കേട്ട മഹേന്ദ്ര സിംഗ് ധോണി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ആ ഒരു കളി ആ ഒരു രീതിയിൽ നമുക്കാരും കാണാൻ പറ്റില്ല. കാരണം പണ്ടത്തെ ധോണിയൊന്നുമല്ല. ക്യാപ്റ്റൻസി ഇപ്പോൾ ബാറ്റിങ്ങിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓടാൻ പറ്റുന്നില്ലെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം വന്ന് ക്യാപ്റ്റൻസി പോലും പണ്ടത്തേൻ്റെ ഒരു നിഴലായിട്ട് മാറുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പരിതാപകരമായ ഒരവസ്ഥ. ശരിക്കും എന്തിനോ വേണ്ടി ഗ്രൗണ്ടിൽ വന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് കാണിച്ച് പോകുന്നത്. ഇപ്പോൾ ട്രോൾസിലൊക്കെ ഒരുപാട് ട്രോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ചിയർ ഗേൾസ് വന്നിട്ട് അവരിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ ഇങ്ങനെ വിഷറിയും വീശി ഇരിക്കാമെന്നല്ലാതെ അവർക്കൊന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു 6ഓ 4ഓ പോലും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ട്രോള് കാണുന്നുണ്ട്. ഓരോ IPL ഓരോ ഡോട്ട് ബോളിനും റൺസ് എടുക്കാത്ത ഓരോ ബോളിനും ഓരോ മരം വെച്ചിട്ട് പിന്നെ നടുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വന്ന് ഇപ്പം ചെന്നൈയിൽ ഇപ്പോൾ ഒരു വലിയൊരു ഫോറസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റ് ധോണിയുടെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രയും മുട്ടാണ് മൂപ്പര് മുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മരങ്ങൾ അവിടെ ചെന്നൈയിൽ നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പോൾ ചെന്നൈയൊക്കെ ആ വലിയൊരു കാടായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള ട്രോൾസൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രിക്കറ്റിനോടുള്ള ആ ഒരു ഇഷ്ടം അതിന് വലിയൊരു ഇടിവ് പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള ബോറായിട്ടുള്ള കളികൾ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഓരോ കളികൾ കളിക്കുമ്പോഴും ആ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പം തലയൊക്കെ വരുമ്പം ഭയങ്കര കരാഘോഷവും ഭയങ്കര ആർപ്പ് വിളികളൊക്കെയാണ്. പക്ഷേ ഈ തല വന്നിട്ട് എന്ത് മാങ്ങയാണ് ചെയ്യുന്നത്? ശരിക്കും ഒന്നും ചെയ്യുന്നില്ല. വന്നിട്ട് വെറുതെ തപ്പിത്തടഞ്ഞ് ജയിപ്പിക്കാൻ പറ്റുന്ന കളികൾ പോലും തോൽപ്പിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സാഹചര്യമാണ് ശരിക്കുള്ളത്. ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു ധോണിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയേണ്ടി വരും. ചെന്നൈയിലെ ഈ ഒരു കളിയിലെ ഈ പുകൾപ്പെട്ട ബാറ്റ്സ്മാൻമാരെല്ലാവരും കൂടി ഓരോ ബാറ്റ്സ്മാൻമാരും എടുത്ത റൺസ് നമുക്കിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ LKG പിള്ളേർ അക്കങ്ങൾ കൂട്ടി പഠിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നൽ. കാരണം രച്ചിൻ രവീന്ദ്ര 4, കോൺവേ 12, ത്രിപാഠി 16, വിജയ് ശങ്കർ 29, ദൂബെ 31, അശ്വിന് 1, ജഡേജ മുട്ട, ഹൂഡ മുട്ട, ധോണി 1, നൂർ അഹമ്മദ് 1, കമ്പോജി 3. എന്തൊരവസ്ഥയാണിത്! ഈ കാണികൾ ഈ വണ്ടിക്കൂലി മുടക്കിയിട്ട് അവർക്കുള്ള പൈസയെങ്കിലും മുതലാവണ്ടേ? അങ്ങനത്തെ ഒരു മൈൻഡെങ്കിലും ഈ കളിക്കുന്നവർക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കളിയൊക്കെ ആണെങ്കിൽ ഓക്കെ. 6 മാച്ച് കളിച്ചിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വെറും ഒരു മാച്ച് മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. -1.554 എന്ന് പറയുന്ന മൈനസ് റൺ റേറ്റിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ കിടക്കുന്നത്. അത്രയും അധപതിച്ചിട്ടാണ് ഈ ഒരു ടീം കിടക്കുന്നത്. IPL തുടങ്ങിയത് മുതൽ എല്ലാ സീസണിലും സെമി ഫൈനലിലേക്ക് എത്താനുള്ള ഒരു ശേഷിയുള്ള ഒരു സ്ട്രോങ് ടീമുകളിലൊന്നായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. പക്ഷേ 2025 വരുമ്പോൾ വളരെ മോശം അല്ലെങ്കിൽ ഇത്രയും ബലക്ഷയം സംഭവിച്ചിട്ടുള്ള ഒരു ടീം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.